ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡ് ആയിരുന്നല്ലോ മസനഗുഡി വഴി ഊട്ടിക്ക് ഒരു യാത്ര. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അതന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ ഇതാ കൊട്ടഗിരിയിലെത്തി. ഈ താഴെ കാണുന്ന ഗ്രാമങ്ങളൊക്കെയാണ് കൊട്ടഗിരിയുടെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് കൊട്ടഗിരിയിലേക്ക് എത്തുക. നമ്മൾ വരുന്നത് ദൊഡ്ഡപ്പെട്ട പീക്ക് എന്ന് പറയുന്ന ആ പീക്കിൻ്റെ സൈഡിൽ കൂടിയുള്ള റോട്ടിൽ കൂടിയാണ് നമ്മൾ കൊട്ടഗിരിക്ക് പോകുന്നത്. അപ്പോൾ ആ പീക്ക് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പീക്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണില്ല. അപ്പോൾ ഈ കൊട്ടഗിരിയിലേക്ക് കിടക്കുമ്പോഴും അതേപോലെ ഫുൾ ഫോഗ് വന്ന് മൂടി നല്ല രസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഊട്ടിയിൽ നിന്ന് ഒരു കുറച്ചും കൂടി ചേഞ്ച് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു. പിന്നെ ഇതാ ഞങ്ങൾ ഇറങ്ങി നിന്ന സ്ഥലത്ത് നിറയെ പച്ചക്കറി കൃഷിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ എക്സാക്റ്റ് കൊട്ടഗിരിയിൽ എത്തിയിട്ടില്ല. പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ വീണ്ടും ഇതേപോലെ ഒരു സൈഡ് നിറയെ തേയിലത്തോട്ടും അതേപോലെ ഫോഗൊക്കെ വന്ന് നിൽക്കണ ആ ഒരു കാഴ്ച നമുക്ക് ഇറങ്ങി കാണണം എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങി എൻജോയ് ചെയ്യുകയാണ്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു റൂട്ട് പറഞ്ഞാൽ അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതേപോലെ സൈഡിലൊക്കെ കാർ ഒതുക്കിയിട്ടും ഒക്കെ നമുക്ക് അത്യാവശ്യം നന്നായി കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. ഇന്ന് നോക്കി നിങ്ങൾക്ക് തന്നെ നോക്കി അറിയൂ, എന്തോ ഒരു രസമായി ഇവിടെ നിന്ന് നോക്കാൻ. ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോലെ തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഹിൽ ഏരിയയും കൂടിയാണ് കൊട്ടഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ഊട്ടിയുടെ അത്ര ക്രൗഡഡ് ആയിട്ട് നമുക്ക് ഫീലും ചെയ്യില്ല, എന്നാൽ നന്നായിട്ട് നമുക്ക് ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇവിടെയും അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട്, ഊട്ടിയുടെ പോലെ തന്നെ തണുപ്പുണ്ട്. ഈ കോടയുടെ ഉള്ളിലൊക്കെ നോക്കി സൂം ചെയ്യുമ്പോൾ അവിടെ കുറേ ടൗണുകൾ കുഞ്ഞു കുഞ്ഞേത് കാണാൻ പറ്റും. അങ്ങനെ കൊട്ടഗിരി ടൗണിലെത്തി. ഇതപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഹരീമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുഞ്ഞ് ഷോപ്പിലാട്ടോ കയറുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റ വഴി കണ്ടപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. നല്ല ബിരിയാണിയും മീൽസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. കൊട്ടഗിരിയിൽ നമ്മൾ സ്റ്റേക്ക് സെലക്ട് ചെയ്തത് ക്ലൗഡ് ആൻഡ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. മെയിനായിട്ട് ഇതിൻ്റെ ലൊക്കേഷനും അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഗൂഗിൾ മാപ്സിലൊക്കെ കണ്ട് ഇഷ്ടമായിട്ടാണ് സെലക്ട് ചെയ്തത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ടീ പ്ലാന്റേഷൻ്റെ നടുവിൽ ഒരു വാലി പോലത്തെ ഒരു ഏരിയയിലാണ് ഈ ഹോം സ്റ്റേ നിൽക്കുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ്, ഫുൾ ഗ്രീനറിയും പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ കോടയൊക്കെ ഇറങ്ങി ഇരിക്കണതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, ഒരു 3-4 കിലോമീറ്റർ കൊട്ടഗിരി ടൗണിൽ നിന്ന് പോരണം. അത് കാരണം അധികം ക്രൗഡും ഇല്ല, പിന്നെ വണ്ടികളൊക്കെ കുറവാണ്. പിന്നെ ഇവിടെ ഈ ഏരിയയിൽ മൃഗങ്ങളെ കൂടുതലും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ വൈകുന്നേരം ക്യാമ്പ് ഫയറിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു 2 നില വീട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ കാണാവുന്ന ഒരു 3 കിലോമീറ്റർ യാത്ര ചെയ്ത് കാണാവുന്ന ഒരു സ്ഥലത്തേക്കാണ്. ജോൺ സലേവൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കളക്ടറിൻ്റെ ഒരു മെമ്മോറിയലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കൊട്ടഗിരിയിലുള്ള കാണുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ജോൺ സലേവൻ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ஸோ இவர் இங்கே லேண்ட் ஆகும்போது கிளைமேட்டு சுவிட்சர்லாண்டுக்கும் கோத்தகிரிக்கும் ஒரே கிளைமேட். ஸோ கோத்தகிரி இஸ் நோன் அஸ் செகண்ட் சுவிட்சர்லாண்ட். ஸோ அந்த கிளைமேட் வந்து லேண்ட் இங்கே தான் ஃபஸ்ட்டு லேண்ட் ஆனது. இங்கே இருந்ததுக்கப்புறம் வந்து டிஸ்கவர் ஊட்டி அண்ட் பில்ட் த ஸ்டோன் ஹவுஸ். இப்போ வந்து கவர்மெண்ட் ஆர்ட்ஸ் காலேஜ் ரன் ஆகிட்டு இருக்கு சார் ஊட்டியில். ஓகே. இன்னும் நீலகிரியில் வந்து டீ கல்டிவேஷன் அப்புறம் இங்கிலீஷ் வெஜிடபிள்ஸ் பொட்டேட்டோஸ் கேபேஜ் எல்லாம் இவர் தான் இன்ட்ரடியூஸ் பண்ணுறது. அதுக்கு முன்னாடி இருக்கிற ட்ரைபல் பீப்புள் வந்து இவர் தான் இருந்திருக்காங்க, டீ ட்ரைப்ஸு. Yulas, Badagas, Toras, Kotas, Kurmas, நேட்டிவ் பீப்புள் ஆஃப் நீல்கிரிஸ். இவர் வந்து அவ்வளோ டெவலப்மெண்ட் ஆகலை, டீ பற்றி அவங்களுக்கு அவ்வளோ அவேர் இல்லை. ஸோ இவர் தான் டீ இன்ட்ரடியூஸ் பண்ணது அஸ் எ கலெக்டர். ஒரு இப்போத்து நீலகிரி இருக்கிற காரணம் இவர் தான். இவர் இல்லைன்னா நீலகிரின்னு யாரும் தெரிஞ்சு வந்திருக்க மாட்டாங்க. இட் வில் பி ஹிடன் டிஸ்ட்ரிக்ட். ஸோ இட்ஸ் அ பர்சன் நீலகிரி இருந்திருக்கு, மேட் இட் மாடர்ன். ஊட்டி லேக் வந்து இவருடைய கிரியேஷன் தான் சார், ஆர்டிஃபிஷியல் லேக். நம்ம போட்டிங் போகிறோம் இல்லைங்களா, அது வந்து மேன்மேடு. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി നമുക്ക് ഇവിടുത്തെ ഹിസ്റ്ററിയും അതേപോലത്തെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇദ്ദേഹം ഇവിടെ കളക്ടറായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു ഏരിയ കണ്ടുപിടിക്കുന്നത്, കൊട്ടഗിരി പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെയുള്ള ട്രൈബ്സിനൊക്കെ ഇങ്ങനെ കൾട്ടിവേഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള മെയിൻ ആൾ ഈ ഒരു ജോൺ സലേവിനാണ്.
പിന്നെ അതേപോലെ തന്നെ ഇവിടെ ട്രൈബലാണ് കൂടുതലായിട്ടുള്ളത്, ഇപ്പോഴും ട്രൈബ്സാണ് കൂടുതലായിട്ടുള്ളത് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഫേമസ് ആക്ട്രസ് ആയിട്ടുള്ള സായ് പല്ലവിയൊക്കെ ഈ ഒരു ഭാഗത്തുള്ള ട്രൈബ്സിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പം അവരുടെ കൾച്ചർ എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇവിടുന്ന് നമുക്ക് ട്രൈബ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അതായത് സ്വെറ്റർ, അതേപോലെ അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും പോട്ടുകൾ, കൊട്ടകൾ, അങ്ങനത്തെയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാനും അതേപോലെ ഈ ഒരു ഏരിയനെ പറ്റി അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ജോൺ സൊലീവിൻ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിന്നറിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഡൊണിങ്ടൺ ബേക്ക് ഹൗസ് ആണ്. ഇത് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ്, ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്, പക്ഷേ നമ്മളൊരു 100 മീറ്ററോളം മുകളിലേക്കൊക്കെ വരണം. നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ, ചെടികളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുറത്ത് ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. നല്ല ഫുഡും നല്ല ടേസ്റ്റിയൊക്കെ ആയിരുന്നു അന്ന്. ഇനി നമ്മളൊരു ട്രെൻഡിങ് ഐറ്റം പരീക്ഷിക്കാൻ നോക്കുക കേട്ടോ. മോഡീസ് ചോക്ലേറ്റ് ആൻഡ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഇൻസ്റ്റയിലും എല്ലാത്തിലും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ ഫ്രഷ് സ്ട്രോബെറി ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്ലാസ്. ഫ്രഷ് സ്ട്രോബെറിയുടെ മുകളിലേക്ക് ഹോട്ട് ചോക്ലേറ്റ് അവരിങ്ങനെ ഒഴിച്ച് തന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ നമുക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്, 250 വരുന്നുണ്ട് ഒരു ഗ്ലാസ്സിന്. അപ്പം അത്രമാത്രം വെർത്താണോ അത് കഴിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഓക്കെ. രാത്രിയായപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് തൊട്ടപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഫാക്ടറി ആയിരുന്നു, ടീ ഫാക്ടറി. അപ്പോൾ അവിടെ എന്തോ പ്രോസസ്സ് ചെയ്യണതിൻ്റെ സൗണ്ട് ആയിരുന്നു. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ പോയി കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞില്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ചെയ്ത് തരണം, അങ്ങനെ ഉള്ളിലേക്ക് ആരും വിടുന്നൊന്നുമില്ല കാണാൻ എന്നാ പറഞ്ഞത്. ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ്, ഉയിലാട്ടി വാട്ടർഫോൾസ്. ഇവിടെ അടുത്താണ്, അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും എന്നൊക്കെയാണ് അവിടെ ആ ഒരു സ്റ്റേ ചെയ്യുന്നിടത്തുള്ള ചേട്ടൻ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഇങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഇവിടെ തീരെ ഡെവലപ്മെൻ്റ് ഇല്ല, അതായത് ഒരു വീട് പോലും കാണില്ല. ഇടയ്ക്ക് ഒരാളൊക്കെ കാണാം അങ്ങനെ വിറകൊക്കെ കൊണ്ടുപോകുന്നത്. 2 സൈഡും തേയിലത്തോട്ടും കാടൊക്കെയാണ്. ഈ പരിസരത്തായിട്ടാണ് വാട്ടർഫോൾസ് വരുന്നത്. ഇവിടെ എവിടെയെങ്കിലും സൈഡായിട്ടാണ് നമുക്ക് നിർത്തിയിട്ട് കാണാൻ പറ്റുക. അങ്ങോട്ട് എങ്ങനെ ഇറങ്ങണ്ടെന്നൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇതാട്ടോ നമ്മൾ കണ്ട വാട്ടർഫോൾസ്. അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ കൂടിയൊക്കെ പോകണം. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ. ചുറ്റും മലകളൊക്കെ ആയിട്ട് നല്ല രസം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത് രാവിലെ ആയതുകൊണ്ട് ആ മലയുടെ മുകളിലേക്കൊക്കെ ലൈറ്റ് അടിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഗൈസ്, നമ്മളിവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് എവിടെയോ പുലി ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞിട്ട് ഈ മലയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ കാണാനില്ല ആളെ, പക്ഷെ സൗണ്ട് കേൾക്കാനുണ്ട്. 2 തവണ മറ്റേ അങ്ങനെ ഒരു അലർച്ച പോലത്തെ സൗണ്ട് കേട്ടു. എവിടെയാന്ന് മനസ്സിലാവില്ല, ഭയങ്കര ഡെൻസായിട്ട് നിൽക്കുക കാട്. അവിടെ ആളുണ്ട് ഇവിടെ എവിടെയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ മതി. കേട്ടു. ഞങ്ങൾ പിന്നെ അവിടെ അധികം നിന്നില്ല കേട്ടോ. നല്ല മുഴക്കത്തിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ ഇവിടെയുള്ള ലോക്കൽസ് പറയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയി നോക്കിയിട്ട് വെറുതെ പണി മേടിക്കണ്ടല്ലോ. കുറച്ച് നേരം അവിടെ ഒരു 2-3 മിനിറ്റും കൂടി ഞങ്ങൾ നിന്നിട്ട് എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. പിന്നെ താഴെ ഫുള്ളും തേയിലത്തോട്ടമൊക്കെ അത് കൂടിയൊക്കെ പോകണ്ടേ. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അവിടുന്ന് തന്നെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഈ മലയിൽ ഫുള്ളും കാട്ടികളെ കാണാൻ പറ്റി.
കൊട്ടക്കിഴിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് ഈ വെജിറ്റബിൾ ഫാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 1-2 നല്ല ഫാംസുകൾ കണ്ടു. അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ അതൊന്ന് പോയി ഒന്ന് കണ്ടോക്കാം. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടഗിരി അടുത്തുള്ള കക്കൂച്ചി പറഞ്ഞ സ്ഥലത്താട്ടോ. എൻ്റെ ചുറ്റും കാണുന്നത് ഓരോ കൃഷികളാണ്. ഈ കാണുന്നത് മൊത്തം ക്യാരറ്റും ബാക്കിൽ ഫുള്ളും ബീട്രൂട്ടും. നമ്മളിത് കഴിക്കൽ മാത്രമല്ലേ ചെയ്യാറുള്ളൂ. അപ്പം ഇങ്ങനെ വന്ന് ഫാം വിസിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. ചുറ്റും ഫാമാണ്. പിന്നെ നമുക്ക് ഓരോ ടൈപ്പ് ഇങ്ങനെ കാണാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ഒക്കെ നല്ലൊരു രസമുള്ളൊരു യാത്രയാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഇത് എങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. നമുക്ക് നല്ല രസമുള്ള ഒരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഇത് ബീട്രൂട്ടിൻ്റെ തോട്ടമാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ബീട്രൂട്ട് ഫുൾ കാണാം, ഫ്രഷായിട്ട് നിൽക്കുന്നതും. അത് ഹാർവെസ്റ്റിംഗ് ടൈം ആകുമ്പോൾ നമുക്ക് തന്നെ പറിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് ഇങ്ങനെ എല്ലാ കർഷകരിൽ നിന്നും ഈ താഴെ കാണുന്ന എല്ലാ ഫീൽഡിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത്. ഇതാ ഇവിടെ പാക്കിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ഈ ചേച്ചി മലയാളി കേട്ടോ, ഇവിടെ വന്ന് സെറ്റിലായിട്ടുള്ള. അപ്പോൾ ഞങ്ങളിങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ചേച്ചി എന്തോ ചൗച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള വെജിറ്റബിളാണ് പാക്ക് ചെയ്യുന്നത്. പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ബ്രൊക്കോളിയൊക്കെ ഇരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ ഇത് കേരളത്തിലേക്കും കയറ്റി അയക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഇവർ സ്വിഗ്ഗി, സൊമാറ്റോ അതിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുന്ന ഈ ഊട്ടി ക്യാരറ്റൊക്കെ ഇവരുടെ ഇതിൽ നിന്നാണ് പാക്ക് ചെയ്ത് വിടുന്നത്. ഇവർക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ പലതരം ഫീൽഡ് ഉണ്ട്, ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇതാണ് ചൗച്ചവിൻ്റെ ആ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലം. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് കൃഷികളും കാണാം. ചില ഭാഗങ്ങളിൽ ഹാർവെസ്റ്റിങ് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുവെച്ചാൽ നമുക്കും പറിക്കാൻ പറ്റൂട്ടോ അവരുടെ ഒപ്പൊക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളുടെ കൈ കൊണ്ട് പറിക്കുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ ലെറ്റ്യൂസൊക്കെ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവർ തന്നെ വെജിറ്റബിൾസ് ഡ്രൈ ചെയ്തിട്ട് ഇങ്ങനെ പൗഡറായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈസിലി കൺസ്യൂം ചെയ്യാൻ പറ്റും. നിറയെ വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ ഇതുവഴി നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. കൊട്ടഗിരിയിലത്തെ ഒരു മേജർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ കോടനാട് വ്യൂ പോയിൻറ്റ്. ഇത് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, ഒരു 20-22 കിലോമീറ്ററോളം യാത്രയുണ്ട് ഇങ്ങോട്ട്. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു കുന്നിൻ്റെ ലാസ്റ്റത്തെ പോയിൻ്റ് അത്. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കർണാടകയും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഈ വന്ന സമയത്ത് അത്യാവശ്യം ഇവിടെ കോടയുണ്ട്. സോ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തൊന്ന് പോയി കറങ്ങി നോക്കാം. നല്ല ടൂറിസ്റ്റ് സീസണിൽ ഇവിടെ വന്നാൽ ചിലപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് വണ്ടികൾ ഇടാനുള്ള സ്ഥലമേ കാണുന്നുള്ളൂ. പിന്നെ ഇത് ബസ് റൂട്ടാണ്. ബസ് ഇവിടെ വന്നിട്ട് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ റൗണ്ട് അടിച്ച് തിരിച്ചു പോകും. ഇപ്പോൾ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലുള്ള വ്യൂ ആട്ടോ കാണുന്നത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് കോട ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഒരു സൈഡിൽ കൂടി നമുക്ക് പിന്നിൽ മലകൾ കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറമാണ് കർണാടക ഉള്ളത്. അപ്പോൾ ഇതൊരു ബോർഡറാണ്. നമ്മൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തോട ഹട്ട് കണ്ടു കേട്ടോ. ഹട്ടാണ് ഇത്, ടെമ്പിളാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ. തോട പറഞ്ഞ ഇവിടുത്തെ ട്രൈബലാണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട് അവർ പറഞ്ഞു തന്നില്ലേ, അതേപോലെ ഇവിടുത്തെ ട്രൈബ്സിലുള്ളവരാണ് കേട്ടോ ഈ തോട എന്ന് പറയുന്നത്. ഇവരുടെ ഹട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും പണിതിട്ടുണ്ടാവുക. ഇവരുടെ പ്രധാന തൊഴിലൊന്നാണ് ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇവർ കൈകൊണ്ട് തന്നെ തുന്നിയിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ എംബ്രോയ്ഡറി വർക്കാണ് ഇത്. ഇതിവിടെ തന്നെ നമുക്ക് ഈ വ്യൂ പോയിന്റിലൊക്കെ മേടിക്കാനും കിട്ടും കേട്ടോ. ഇവിടേക്ക് പോകുന്ന റൂട്ടൊക്കെ കാട്ടുകൂടി ആയതുകൊണ്ട് നമുക്ക് വീണ്ടും സൈറ്റിങ്സ് ഒക്കെ കിട്ടി തുടങ്ങി. ഇവിടെ കാട്ടീനെ വീണ്ടും കാണാൻ പറ്റി. അങ്ങനെ നിറയെ ഇങ്ങനെ മൃഗങ്ങളെ കണ്ടിട്ടും പ്രകൃതി കൂടുതലായിട്ട് നല്ലതായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അപ്പം നമുക്ക് ഊട്ടിയുടെ തിരക്കിൽ നിന്ന് മാറിയിട്ട് ഫാമിലി പോകാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്ഥലം തന്നെയാണ് കൊട്ടഗിരി അറിയുന്നത്. അത്യാവശ്യം ഊട്ടിയുടെ പോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റാണ്. അതേപോലെ തന്നെ ഇവിടെ കാണാനും കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതേപോലെ പീസ് കാം ഒക്കെ ആയിട്ട് നമുക്ക് ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യണമെങ്കിൽ 1-2 ദിവസം സ്പെൻഡ് ചെയ്യണമെങ്കിലും
കൊട്ടഗിരി ഒരു നല്ലൊരു ഓപ്ഷനാണ്.